ഡോക്ടർ പോലെ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു കാലത്ത് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ്. പിന്നീട് അത് ഇത്ര കടുത്ത ഒരു വൈരാഗ്യത്തിലേക്ക് മാറാൻ എന്താണ് അതിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നത്? സാഹചര്യം എന്ന് പറയുന്നത്, ഇറാൻ എന്ന് പറയുന്നത് നമുക്കറിയാം 1979 ഇറാനിൽ വിപ്ലവം ഉണ്ടാകുന്നുണ്ട്. ആ വിപ്ലവം എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആധുനിക മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആധുനിക ഇറാൻ സൃഷ്ടിക്കുക എന്നുള്ള കാഴ്ചപ്പാടും ഉണ്ടാകുന്ന വിപ്ലവം. ആ വിപ്ലവത്തോട് ബന്ധപ്പെട്ടാണ് ഇന്ന് കാണുന്നുള്ള ഇറാൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഇറാൻ്റെ മുന്നിൽ, അതായത് ഇന്ന് കാണുന്ന ഇറാൻ്റെ മുന്നിൽ ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടെന്ന് വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് രാജ്യത്ത്. ആ രാജ്യത്തുണ്ടാകുന്ന ആ പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളും ആ ഭരണകൂടത്തെ സഹായിച്ചു പോകുന്ന ഏതെല്ലാം ശക്തികളുണ്ടോ അതെല്ലാമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ വിപ്ലവ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ വിപ്ലവത്തിൽ അണിനിരന്ന വിഭാഗങ്ങളുടെ എല്ലാം ശത്രുക്കളോ അല്ലെങ്കിൽ അവർ എതിർത്തെന്ന് പറയുന്നത് അവിടുത്തെ ഭരണാധികാരികളായിട്ടുള്ള റിസാ ഷാ പല്ലവിയായിരുന്നു. അപ്പോൾ ആ റിസാ ഷാ പല്ലവി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് അമേരിക്കയായിരുന്നു. ആ അമേരിക്കയുടെ ചെയ്തികൾ മൂലമാണ് റിസാ ഷാ പല്ലവി ഇത്രയും വലിയ ഒരു രീതിയിൽ ഈ പറയുന്ന വിപ്ലവത്തെ അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ലഭ്യമാകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്വന്തം ജനതയ്ക്കെതിരെ ഈ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. സവാക്ക് എന്ന് പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. ആ വിഭാഗം അവിടെ ഉണ്ടാകുന്ന ജനങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന മാരകമായിട്ടുണ്ടാകുന്ന ചെയ്തികളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 60,000-ഓളം ആളുകൾ കൊല ചെയ്യപ്പെട്ടെന്നും 1,00,000-ഓളം ആളുകൾ മുറിവേറ്റുമെന്നാണ് പഠനം പറയുന്നത്. അപ്പോൾ സ്വന്തം ജനതയ്ക്കെതിരെ തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു റിസാ ഷാ പല്ലവി. ആ റിസാ ഷാ പല്ലവിയുടെ ഊർജ്ജം എന്ന് പറയുന്ന അമേരിക്കയായിരുന്നു. മാത്രമല്ല ഇത്തരം ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, അതായത് റിസാ ഷാ പല്ലവി എതിർക്കുക എന്ന് പറയുമ്പോൾ തന്നെ പാശ്ചാത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായ അമേരിക്കയുടെ അവരുടെ കടന്നുകയറ്റത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറാൻ കഴിയുമെന്നൊരു തോന്നലും അല്ലെങ്കിൽ ഒരു ബോധവും ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടാണ് അമേരിക്കയും അതുപോലെ തന്നെ റിസാ ഷാ പല്ലവിയും അവർ എതിർക്കാൻ തയ്യാറാകുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, റിസാ ഷാ പല്ലവി എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെ വിപ്ലവം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു കൊഴിഞ്ഞുപോക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അമേരിക്ക റിസാ ഷാ പല്ലവിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാലായനത്തോട് ബന്ധപ്പെട്ട് റിസാ ഷാ പല്ലവി അമേരിക്കയിലെത്തുമ്പോൾ ഇറാനിലുണ്ടാകുന്ന വിപ്ലവകാരികൾ റിസാ ഷാ പല്ലവിയെ ഇറാന് വിട്ടു നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അമേരിക്ക അതിന് തയ്യാറാകുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചർച്ചകളുണ്ടാകുന്നുണ്ട്, ചർച്ചകളുടെ ഭാഗമായിട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന അവിടുത്തെ വിദ്യാർത്ഥി വിഭാഗങ്ങൾ 450ഓളം വരുന്ന വിദ്യാർത്ഥികൾ അമേരിക്കൻ എംബസിയെ ഉപരോധിക്കുകയാണ്. അമേരിക്കൻ എംബസി ഉപരോധിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജീവനക്കാരെ 444 ദിവസത്തോളം അവരവിടെ തടങ്കലിലാക്കി വെച്ചു. അവർ പറയുന്നത് റിസാ ഷാ പല്ലവി ഇറാനിലെ എണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത ധനമെല്ലാം അമേരിക്കൻ ബാങ്കുകളാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ഇറാൻ്റെ ധനമാണ്. ആ സമ്പത്ത് ഇറാന് നൽകിയാൽ മാത്രമേ ഈ പറയുന്ന എംബസിയിലെ ജനങ്ങളെ വിട്ടുകൊടുക്കുമെന്നാണ് ഈ പറയുന്ന ഇറാനിലെ ആ ഒരു റെവല്യൂഷണറി വിഭാഗം പറയുന്നത്. ആയത്തുള്ള ഖൊമേനിയുടെ അനുവാദത്തോടും അല്ലെങ്കിൽ ആശീർവാദത്തോടു കൂടിയാണ് അത്തരമൊരു കാര്യം സംഘടിപ്പിക്കപ്പെടുന്നത്. 444 ദിവസങ്ങളോളം അതിൻ്റെ ഉള്ളിൽ കഴിയേണ്ടി വന്ന ആ അമേരിക്കൻ ഭടന്മാർ അമേരിക്കൻ എന്താ പറയുക ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ വേണ്ടി സൈനികമായിട്ടുള്ള നടപടികൾ പോലും അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഹെലികോപ്റ്റർ എറിഞ്ഞ് 8ഓളം അമേരിക്കൻ വൈമാനികർ മരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അതിൽ നിന്നും ഒരു മോചനം അമേരിക്കയ്ക്ക് നേടിയെടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല പിന്നീടൊരു കാലഘട്ടത്തിൽ 444 ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മുടെ നൈജീരിയ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഉണ്ടാകുന്ന നൈജീരിയൻ ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരുടെ ഇടപെടൽ മൂലമാണ് ഈ ആൾക്കാരെ അമേരിക്കയ്ക്ക് തിരികെ ലഭിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ജനവിഭാഗത്തെ എല്ലാ കാലത്തും ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടമാണ് 1979 ശേഷം ഇറാനിൽ വന്നൊരു കാഴ്ചപ്പാട് അമേരിക്കൻ ഭരണകൂടം മനസ്സിലാക്കുന്നുണ്ട്. 1979 ശേഷം ഉണ്ടായിരുന്ന ഇറാൻ എന്ന് പറയുന്ന ഒരു മതത്തോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന രാജ്യം അമേരിക്കയോട് ബന്ധപ്പെട്ട് വരുന്ന ചെയ്തികളെ എല്ലാ കാലത്തും ശത്രുതയോടെ വീക്ഷിക്കുമെന്നും അവരുടെ വളർച്ചയെന്ന് പറയുന്നത് പല്ലവി ഭരണത്തോട് ബന്ധപ്പെട്ട് വരുന്ന എതിർപ്പുകളിലൂടെ മാത്രമല്ല മറിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു കൂട്ടുകെട്ടിലൂടെയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം ഒരു ശത്രുത കാലങ്ങളോളം കഴിഞ്ഞിട്ടും ഇന്നും നിലനിന്നു പോരുന്നത്.